ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങളൊരു ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നൗറയുടെ ബർത്ത്ഡേ കേട്ടോ. മഷൂറയുടെ ബർത്ത്ഡേ ഒരു 15 ദിവസം മുന്നേ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നൗറ കേട്ടോ. ഇനി നൗറയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നൗറയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്കും ബിരിയാണിയൊക്കെ മേടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ബസ്സിന് പോകാച്ചിട്ടാണ്. മഴക്കാറുണ്ട്. പിന്നെ കേക്കും ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് ബൈക്കുമ്പോൾ വരൽ നടക്കില്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വരാൻ വെച്ചിട്ട് ഞാനും റാഫിക്കും അവിടെ പോവാം കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഞങ്ങളിവിടെ റോട്ടിൽ കൂടെ പോകാണ്ട്. റോട്ടിൽ കൂടെ കുറച്ചും കൂടി 2 മിനിറ്റ് അധികം നടക്കണം. കാരണം നമ്മളിവിടെ ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഇപ്പോൾ മൊന്തൊക്കെ വെട്ടി വെച്ചപ്പോൾ പിന്നെ അതിനെ പോകാം. മറ്റേത് നല്ല മൊന്തയെ കാരണം അതിനെ പോകാൻ പറ്റിയിരുന്നില്ല. പിന്നെ മൊന്തൊക്കെ മാറ്റിക്കണം. അപ്പോൾ ഞങ്ങൾ പോകാം കേട്ടോ. ബസ് അതിൽ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ കിട്ടിയിട്ടോ, കാലി ഓട്ടോറിക്ഷ. ഞങ്ങൾ ആ കാലി ഓട്ടോറിക്ഷയൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ബിരിയാണി സെൻറ്ററിലേക്ക് വന്നിട്ട് ഞങ്ങൾ ബിരിയാണി മേടിച്ചു. ബീഫ് ബിരിയാണി മേടിക്കാനേ വന്ന്. അപ്പോൾ ബീഫ് കഴിഞ്ഞു വന്നു. അപ്പോൾ ഞങ്ങൾ എന്താട്ടി കോഴി ബിരിയാണി മേടിച്ചിട്ട് പോന്നു. അതിന് പിന്നെ ഞങ്ങൾ കേക്ക് കടയിൽ പോയി കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഓട്ടോറിക്ഷയിൽ പോന്നു കേട്ടോ. കേക്കിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോണ് ഇക്കാടെ കയ്യിലായ കാരണം ഞങ്ങൾക്ക് ഫോൺ കിട്ടിയില്ല വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ എടുത്ത വീഡിയോ ഇട്ടത്. ഞങ്ങൾ നെട്ടി ബബിൾ കേക്കാട്ട് മേടിച്ചത്. അപ്പോൾ അതല്ല ടേസ്റ്റ് കൂടുതൽ ഞങ്ങൾക്ക് മേടിച്ചതിൽ വെച്ചിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നെട്ടി ബബിൾ. അപ്പോൾ ഞങ്ങളിന്ന് പ്രാവശ്യം ഞങ്ങൾ നെട്ടി ബബിൾ തന്നെ മേടിച്ചത്. അപ്പോൾ ഇതാട്ടോ ചുങ്കൻ സെൻറ്റർ. അപ്പോൾ അവിടെ തന്നെയാണ് റാഫിക്കയുടെ കടയൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ മേടിച്ച് വീട്ടിലെത്തി. ഇനി അതെല്ലാതും പാത്രത്തിലാക്കാണ്ട് ആദ്യം ഒരു ചെറിയ പാത്രം എടുത്തിട്ട് വന്നത് ബിരിയാണി പൈൽക്കുള്ളേ ഉള്ളൂ വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അത് ഇട്ടപ്പോൾ അത് നിറഞ്ഞപ്പോൾ പിന്നെ എന്താട്ടി ഞങ്ങൾ അതിൽക്കും കൂടി വലിയ പാത്രമാക്കി. വലിയ പാത്രത്തിലാക്കിയപ്പോൾ ബിരിയാണി തോനെ ഞങ്ങൾ പ്രതീക്ഷനേക്കാട്ടിലും തോനെ ബിരിയാണി ഉണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഉച്ചക്കൽക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഉച്ചക്കും കഴിഞ്ഞ് വൈകിട്ട് കഴിക്കാനുള്ള ബിരിയാണി അതിലുണ്ട് കേട്ടോ. കണ്ടോ നമ്മൾ ചെറിയ പാത്രം കൊട്ടിയപ്പോൾ തന്നെ പകുതി കൊട്ടിയപ്പോൾ തന്നെ അത് നിറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്താട്ടി വലുതെടുത്തിട്ട് പിന്നെ അത് സെറ്റാക്കി. വലുതിലിട്ടിട്ട് തന്നെ നമ്മൾ കണ്ടോ വലുതൊക്കെ കൊട്ടിക്കുക. ഞങ്ങൾ വലുത് മറ്റേത് ചെറുതിലാകുമ്പോൾ നമുക്ക് ഇളക്കി മറിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ പാത്രം എടുക്കണം. ഞങ്ങൾ വലിയ പാത്രത്തിൽ തന്നെ ഇടുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം റാസി ഇവിടെ അല്ല. അപ്പോൾ അവർക്കുള്ള രണ്ടാളുടെ ബിരിയാണി ഞങ്ങൾ മാറ്റി വെച്ചു കേട്ടോ. ഇനി ഇതാ ബർത്ത്ഡേക്ക് വേണ്ടി കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ടേബിളും ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ കേട്ടോ. അതിലിതാ കുട്ടികളൊക്കെ അവിടെ അങ്ങനെ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ മുത്തപ്പൊക്കെ പാട്ട് പാടുന്നുണ്ട്, മഷൂറും പാട്ട് പാടുന്നുണ്ട്. നൂറ കേക്ക് മുറിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്കും ലഡുവും മുട്ടായി മാത്രമേ തന്നെ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് അവൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. മുറിക്കാൻ അറിയൊന്നുമില്ല കേട്ടോ, ഫസ്റ്റ് ടൈമായിട്ടോ അവൾ ഒറ്റയ്ക്ക് മുറിക്കണ്. 4 വർഷം വരെ ഞാനും റാഫിക്കും ഒപ്പം കൈ പിടിച്ചിട്ടാണ് മുറിപ്പിച്ചിരുന്നു. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് മുറിക്കാൻ നിൽക്കുക കേട്ടോ. കാരണം അവൾക്ക് അറിയണില്ല. അവൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഒന്നും ആവണുള്ളൂ, മുറിഞ്ഞ് വരുന്നൊന്നുമില്ല കേട്ടോ. മെല്ലെ ഒന്ന് മുറിച്ച് വീഡിയോ എടുത്തപ്പോൾ പിന്നെ റാഫിക്ക പോയിട്ട് കേക്കൊന്ന് പീസാക്കി കൊടുത്തിട്ടാട്ടോ അവളെല്ലാവർക്കും തൊള്ളയിലൊക്കെ വെച്ചെടുത്തത്. അതൊക്കെ അറിയില്ലല്ലോ. അവൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്തേന്ന് കേട്ടോ. കേക്ക് ഇങ്ങനെയല്ലേ മുറിക്കാൻ വെച്ച് എന്നൊക്കെ ചോദിച്ച് നല്ലോണം അവൾ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവൾക്ക് വെയ്ക്കണില്ല കേട്ടോ. എൻ്റെ മൂത്ത മോനാട്ടോ അത്. ഇത് മൂസിയുടെ മൂത്ത മോള്, മറ്റേത് ചെറുത്. മൂസിയുടെ ചെറുതാട്ടോ. ഇവർ 4 ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും കേട്ടോ. ഈ കുടുംബത്തിൽ 2 പെൺതരികളാട്ടോ അവർ. അങ്ങനെ ഇതാ അവർ കേക്കൊക്കെ മുറിച്ച് അവൾക്ക് എല്ലാവർക്കും കൊടുത്ത്, അവരും തിരിച്ച് അവൾക്ക് കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കലും വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഇതാ കേക്ക് മുറിക്കൽ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ബിരിയാണി കഴിക്കായിരുന്നു. ബിരിയാണിക്ക് റിസ്വാന് ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട് അവൻ മുന്നേ തിന്നൽ തുടങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതാവൻ ബിരിയാണി കഴിക്കായിരുന്നു കൊണ്ട് അവനക്ക് കേക്കൊന്നും മുറിച്ചിട്ട് കൊണ്ട് തിന്നാനുള്ള സമയം കൂടിയില്ല ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ ഇരുന്നിട്ട് ബിരിയാണി കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.